ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതിയും കൂടി കാറ് മേടിച്ചേക്കണം. പുതിയ കാറല്ല, സെക്കൻഡ് ഹാൻഡ് കാർ ഒരെണ്ണം അവർ മേടിച്ചേക്കണം. അവർ മേടിച്ചിട്ട് സന്തോഷത്തിൽ അത് ഓടിച്ചു വരുന്ന ഭാഗമാണ് ഇന്ന് തുടങ്ങുന്നത്. എന്നൊരു സന്തോഷത്തിൽ അവരത് ഓടിച്ചു വരുന്ന സമയത്ത് ശ്രുതി പറയണു, അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു. ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി പറയണം, അത്ര പെട്ടെന്ന് കാറ് വേണ്ടായിരുന്നു ശ്രുതി, കയ്യിലെ കാശൊക്കെ കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ബിസിനസ് തുടങ്ങും എന്നൊക്കെ ചോദിക്കണം. അതൊക്കെ തുടങ്ങാം ശ്രുതി എന്ന് പറയണം. അങ്ങനെ അവർ, ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ, രാവും പകലില്ലാണ്ട് പൂ കെട്ടിയിട്ട് രേവതി സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്ത് പറഞ്ഞിട്ട് എന്തായിരുന്നു അവിടെ, ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ട്, ഹലോ അമ്മേ, ശ്രുതി നീ എവിടെയാണ് ചോദിക്കണം. അപ്പോൾ ഞാൻ കാറിൻ്റെ പടിയുടെ പുറത്തുണ്ട് അമ്മേ. എന്നിട്ട് എന്താ നീ ഗേറ്റിന് പുറത്തേക്ക് ഇങ്ങനെ കയറി പറയുമ്പോൾ പറയണം, അമ്മ ഒരു ആരതി എടുത്ത് റെഡിയാക്കി വയ്ക്കേ, ഞങ്ങളിപ്പോൾ വരാം, എന്താ ഉണ്ടായി എന്ന് പറയാൻ, ഞാൻ കാറ് മേടിച്ചു പറയും. അപ്പോഴേക്കും ചന്ദ്രമതി സന്തോഷത്തിൽ ശ്രുതി കാറ് മേടിച്ചു പറയണം. അപ്പോൾ സച്ചിയും വർഷ ശ്രീകാന്ത് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ കാറ് മേടിച്ചു ഒക്കെയാണ് സച്ചി. കാറ് മേടിച്ചു, അവൻ നിന്നെപ്പോലെ സെക്കൻഡ് ഹാൻഡ് കാറൊന്നല്ല മേടിച്ചിട്ടുണ്ടാവുക, അവൻ പുതിയ കാറാണ് മേടിച്ചിട്ടുണ്ടാവുക പറഞ്ഞിട്ട് അമ്മ എന്താ വരുന്നു പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചിട്ട് ആരോഗ്യമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരുന്നു. വന്നപ്പോൾ അവനെ കാണാനില്ല. അപ്പോൾ സച്ചി പറയണം, അവൻ പറ്റിച്ചതാവും, അവൻ കാറൊന്നും മേടിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയണം. അപ്പം നോക്കുമ്പോൾ ആ സെൻട്രയിൽ ഇങ്ങനെ ശ്രുതി കാറും കൊണ്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കാമ്മേ, ഞങ്ങൾ മേടിച്ച കാറാന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കാൻ, പുതിയ കാറാണോ അതൊക്കെ? അല്ല അച്ഛാ, പുതിയ കാറല്ല, സെക്കൻഡ് ഹാൻഡ് കാറാണ്. പക്ഷേ പുതിയ കാറിൻ്റെ പോലെ തന്നെ നല്ല കാറാണ്. എത്ര രൂപയായി ചോദിക്കുമ്പോൾ 5 ലക്ഷം രൂപയായി പറയണം. അപ്പോൾ സച്ചി പറയണം, 5 ലക്ഷം രൂപയോ ഇതിനോ? ഈ കാറിന് ഏറിക്കഴിഞ്ഞ ഒരു 2.5 ലക്ഷം, അങ്ങേറ്റം 3 ലക്ഷം, അതിലും കൂടില്ല ശ്രുതി, നിന്നെ പറ്റിച്ചതാണ് അവർ പറയണം. പിന്നെ നീ പറയണ പോലെ അല്ലേ പറയണം. അപ്പോൾ രേവതി പറയണം, കാറിൻ്റെ A to Z സച്ചിയേട്ടനറിയാം, എന്താ അവൻ മെക്കാനിക്കലല്ലേ, മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നല്ലെങ്കിലും കാറിൻ്റെ എല്ലാ കാര്യവും അറിയാം, നിങ്ങൾക്ക് കാർ എടുക്കാകുമ്പോൾ സച്ചേട്ടനെ കൂട്ടിയിട്ട് പോകായിരുന്നില്ല, എന്നെ അങ്ങനെ നഷ്ടം പറ്റിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തും പറയണം, നിങ്ങൾക്ക് പോകുമ്പോൾ സച്ചേട്ടനെ കൂട്ടിയിട്ട് പോകുമായിരുന്നില്ലേ ശ്രുതിയേട്ടാ, അപ്പോൾ എന്തത് നഷ്ടമായില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാൻ, എന്തായാലും അവർക്ക് കാറായില്ല പറഞ്ഞിട്ട് ആരതി ഒഴിയണു. ആരതി ഒഴിഞ്ഞ് രേവതിയുടെ ആരതി കൊട്ടിക്കളയാൻ പറയണു. അങ്ങനെ അവിടെ നിന്നിട്ട് ശ്രുതിയും എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുക്കണം. എന്നിട്ട് അവരകത്തേക്ക് കയറി പോകണം. ഈ സമയത്ത് ശ്രീകാന്തും സച്ചിയും പറയണം, ഇവനൊരു പണി കൊടുക്കണം പറഞ്ഞിട്ട്, സുജേട്ട എന്തായാലും കാറ് മേടിച്ചാലും ഞങ്ങൾക്ക് ചിലവ് ചെയ്യണം പറഞ്ഞിട്ട്, ശരി എന്നാൽ രാത്രി ബിയർ മേടിക്കാം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആവും. അങ്ങനെ അവർക്ക് 3 പേർക്കും കൂടി ബിയർ മേടിക്കാനുള്ള പ്ലാനിങ് ആവണം. അവന് രാത്രി ടെറസിൻ്റെ മുകളിൽ ബിയർ മേടിച്ചിട്ട് ബിയറും കുപ്പിയും കൊണ്ട് അവിടെ ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ശ്രുതിയും ശ്രീകാന്തും ഭാര്യമാരോട് ഇത് ചോദിച്ചിട്ടാണ്, അനുവാദം ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സച്ചി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ശ്രീകാന്ത് നീ വർഷോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർഷം ഒരു ബിയർ കഴിച്ചോളാൻ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ സച്ചി എന്ന് തിരിഞ്ഞിട്ട് പറയാം, ഇനിയിപ്പോൾ ഇവനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇവൻ കുടിയനാന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാലോ എന്നൊക്കെ പറയണമെന്നുണ്ട്. സച്ചിക്ക് ബിയർ എടുക്കുമ്പോൾ സച്ചി പറയണം, എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല എന്ന് പറയണം. അങ്ങനെ അവർ സച്ചിയേട്ട അങ്ങനെ പറയരുത്. അപ്പോൾ ശ്രീകാന്ത്, പിന്നെ ഞാൻ എന്തിനാണത് മേടിച്ചു പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, ശ്രുതിയോട് പറയണം, ശ്രുതിയേട്ട അത് കുഴപ്പമില്ല, നമുക്ക് 2 പേർ കൂടി 50-50 ഷെയർ ഇട്ട് കുടിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവർ കാറ് മേടിച്ചതിൻ്റെ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കാറ് മേടിച്ചതിൻ്റെ ആഘോഷമാണ് നടക്കുന്നത്. ഈ സമയത്ത് ശരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആൻ്റണിയെ കാണാൻ പോയിട്ട് ആൻ്റണിയെ കാണാൻ പോകുമ്പോൾ പോലീസുകാരെ സമ്മതിക്കില്ല, ഞാൻ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം എന്ന് പറയുമ്പോൾ ശരി വേഗം കണ്ടിട്ട് പോകണമെന്ന് പറയണം. എന്നിട്ട് ശരത്ത് വന്നിട്ട് ആൻ്റണീനെ കാണുമ്പോൾ ആൻ്റണി പറയണം, ഞാനല്ല വീഡിയോ എടുത്തത്, എൻ്റെ കൂടെയുള്ള സജിയാണ് വീഡിയോ എടുത്തത്, നിൻ്റെ ചേച്ചിനെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യില്ല, ശരത്തെ നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ശരത്ത് പറയണം, ആരൊക്കെ പറഞ്ഞാലും എനിക്കറിയാം നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ എന്നെ ഇതാക്കണം, വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം ആൻ്റണി ഏട്ടാന്ന് പറയണം. അപ്പോൾ കൂടെയുള്ളവരോട് ആൻ്റണി പറയാണ്, ഇനി ശരത്താണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, നിങ്ങൾ ശരത്ത് പറയണ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ചുമതലയും ശരത്തിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് സച്ചിയും കൂടിയിട്ട് ശ്രുതിയോട്. ശ്രുതി പറയണത്, ഞാൻ ഒരു ബിസിനസ് മാൻ ആവാൻ പോവല്ലേ, അപ്പോൾ എനിക്കൊരു കാറ് വേണമല്ലോ, എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ഇവർ കുടിച്ചിരിക്കുന്ന സമയത്ത് തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ ചോദിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ പറയണം, എന്നിട്ട് വേണം നിനക്ക് അവിടെ ജോലിക്ക് കയറാനല്ലേ ചോദിക്കുകയാണ്. എന്നാൽ നമുക്ക് കുറേ കാർ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്താലോ, നീ ഒന്നും മിണ്ടാതിരുന്ന സച്ചി, അതൊന്നും നടക്കണ കാര്യമില്ല, നമുക്ക് പണം പലിശയ്ക്ക് കൊടുത്താലോ, അത് നല്ല ഐഡിയ ആണ്, ഞാനതിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അവരുടെ ഏതേത് ഐഡിയ ശ്രുതിക്ക് ക്ലിയർ ആവണില്ല. അങ്ങനെ സച്ചി കുടിക്കുന്നില്ല, സച്ചി മാറി നിൽക്കണം, ഇവർ 2 പേരും ബിയർ അടിക്കണം. ഇപ്പുറത്തെ ആൻ്റണിയെ കാണാൻ രേവതിയുടെ അനിയെ പോയേക്കണം. അങ്ങനത്തെ സംഭവങ്ങളാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ. അപ്പോൾ ഈ ചെമ്പനീർ പൂവ് കണ്ടിട്ട് ഇഷ്ടമായ കൂട്ടുകാരൻ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.